റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾക്ക് മദീന പലായനത്തിന് അനുമതി നൽകിയപ്പോൾ പ്രവാചകൻ്റെയും അബൂബക്കറിൻ്റെയും കൂടെ പുറപ്പെടാനായിരുന്നു സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ നിശ്ചയം. എന്നാൽ ഇതറിഞ്ഞ ഖുറൈശികൾ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചില്ല. മാത്രമല്ല, തങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അദ്ദേഹം കടന്നു കളയുന്നുണ്ടോ എന്നറിയാനും അദ്ദേഹം മക്കയിൽ വെച്ച് കച്ചവടത്തിലൂടെ സമ്പാദിച്ച സ്വർണവും വെള്ളിയും പിടിച്ചു പറിക്കാനുമായി ഖുറൈശി നേതാക്കന്മാർ ചിലരെ ചാരന്മാരായി നിയോഗിക്കുകയുമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം അവരുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി സുഹൈബ് റളിയല്ലാഹു അൻഹു പല തവണ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും വിജയിച്ചില്ല. കാരണം ശത്രുചാരന്മാരുടെ കണ്ണുകൾ അദ്ദേഹത്തെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഇരിക്കെ ഒരു തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹം പതിവില്ലാതെ തൻ്റെ വീട്ടിൽ നിന്ന് വെളിക്കിരിക്കാൻ അടിക്കടി പോയിക്കൊണ്ടിരുന്നു. ഇത് കണ്ട ചാരന്മാർ അന്യോന്യം അഭിപ്രായപ്പെട്ടു, ലാത്തയും ഉസ്സയും മൂപ്പരുടെ വയറ്റിന് എന്തോ ഒരു പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല, ഇന്ന് സുഹൈബ് എവിടെയും പോകുമെന്ന് കരുതേണ്ടതില്ല എന്ന് പറയുകയും അവർ സമാധാനത്തോടുകൂടെ കൂർക്കം വലിച്ച് ഉറങ്ങുകയും ചെയ്തു. ഈ തക്കം നോക്കി സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര തിരിച്ചു. സ്വല്പം നേരം കഴിഞ്ഞ് ഞെട്ടിയുണർന്ന ചാരന്മാർ സുഹൈബ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ട വിവരം അറിഞ്ഞു. മദീനയിലേക്കല്ലാതെ അദ്ദേഹം പോകുകയില്ല എന്ന് അറിയാമായിരുന്ന അവർ തങ്ങളുടെ കുതിരപ്പുറത്തേറി അദ്ദേഹത്തെ പിന്തുടർന്നു. ശത്രുക്കൾ തൻ്റെ അടുക്കലെത്തി എന്ന് മനസ്സിലാക്കിയ സുഹൈബ് റളിയല്ലാഹു അൻഹു ഒരു ഉയർന്ന പ്രദേശത്ത് കയറി നിന്ന് തൻ്റെ അമ്പും വില്ലും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു പ്രഗത്ഭനായ അമ്പെയ്ത്തുകാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ചാൽ എൻ്റെ ഓരോ അമ്പും നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥ കഴിക്കും. അമ്പ് തീർന്നാൽ ഞാൻ എൻ്റെ വാളെടുക്കുകയും അത് മുറിയുന്നതുവരെ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ശത്രുക്കളിൽ ഒരുത്തൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വത്തും ജീവനും കൊണ്ട് ഞങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കുകയാണോ? ഒരിക്കലും ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല. ദരിദ്രനായ നീ മക്കയിൽ വന്ന ശേഷമാണ് പണക്കാരനും യോഗ്യനുമായി തീർന്നത്. അപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, എൻ്റെ സമ്പാദ്യം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എൻ്റെ വഴിക്ക് എന്നെ വിടുമോ? അതിനതെ എന്നായിരുന്നു അവരുടെ മറുപടി. അങ്ങനെ അദ്ദേഹം മക്കയിൽ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യം, അതിൻ്റെ രഹസ്യസ്ഥാനം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് കൈവശപ്പെടുത്തുകയും അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാണാനുള്ള, മദീനയിലെത്താനുള്ള ഉത്കടമായ ആഗ്രഹം കൊണ്ട് അതിവേഗം മദീന ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. തൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ എന്നോർത്തപ്പോൾ താൻ അത്രയും കാലം സമ്പാദിച്ച സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിൽ അല്പം പോലും വേദന അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ അദ്ദേഹം മദീനക്കടുത്തുള്ള കുബായിൽ വെച്ച് പ്രവാചകനെ കണ്ടുമുട്ടി. കടന്നു വരുന്നത് സുഹൈബ് റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, അബൂ യഹിയ, താങ്കളുടെ കച്ചവടം ഏറെ ലാഭകരമായിരിക്കുന്നു. 3 വട്ടം പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞുവെന്ന് ചരിത്രത്തിൽ കാണാം. ഇത് കേട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു വളരെയേറെ ആഹ്ലാദത്തോടെയും അത്ഭുതത്തോടെയും പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് മുന്നിൽ ആരും തന്നെ അങ്ങയുടെ അടുത്ത് എത്തിയിട്ടില്ല. തീർച്ചയായും ആ വിവരം ജിബ്രീൽ തന്നെയായിരിക്കും താങ്കൾക്ക് നൽകിയിട്ടുണ്ടാവുക. അതെ, തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊടുത്ത് ദീനിനെ വാങ്ങിയ സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവടം ഏറെ ലാഭകരമായി.
അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് അവതരിച്ചത്. അൽ ബഖറ അധ്യായത്തിലെ 207 ആയത്തിൽ പ്രപഞ്ചനാഥനായ അള്ളാഹു അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ വിൽക്കുന്ന ചിലർ നിങ്ങളിലുണ്ട്. തീർച്ചയായും അള്ളാഹു തൻ്റെ അടിമകളോട് ഏറെ ദാക്ഷിണ്യമുള്ളവനാകുന്നു എന്ന്.